തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കിച്ചണിലേക്ക് പോകണില്ല. നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്നേക്കാണ്. ക്ഷേത്രത്തെപ്പറ്റി ഞാൻ ഒരു ചെറിയ വിവരണം തരാം. ഇവൻ എൻ്റെ സഹോദരനാണ്. ഈ അമ്പലം പണിയാൻ നിമിത്തമായി ഭഗവതി നിയോഗിച്ചത് ഇവനെയാണ്. എനിക്ക് സത്യത്തിൽ സഹോദരൻ മാത്രമല്ല, എൻ്റെ മകനും കൂടിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപാര ശക്തിയും കരുണാമയിയുമാണ് നമ്മുടെ അമ്മ. ഞാൻ എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇപ്പോൾ ഉള്ള ഈ അമ്പലത്തിൽ മുത്തശ്ശിയുടെ കൈ പിടിച്ച് വരുന്നതാണ്. അന്ന് ഈ അമ്പലം ഇവിടെ ഇല്ല. ഒരു വലിയ പൂവലഞ്ഞിയുടെ മരവും ഒരു കല്ലുവിളക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് മുത്തശ്ശി കത്തിക്കും. എന്നിട്ട് പറയും തൊഴുതോളാൻ. അപ്പം ഞാൻ ചോദിക്കും മുത്തശ്ശിയോട്, എന്തിനാണ് ഇവിടെ ഈ വിളക്ക് കത്തിക്കുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയും, ഇവിടെ ഒരു ഭഗവതിയുണ്ട്, ആ ഭഗവതിയാണ് നമ്മളെ കാത്തു രക്ഷിക്കുന്നതെന്ന്. കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ വിളക്ക് വയ്ക്കുമ്പോൾ ഭഗവതിയോട് പ്രാർത്ഥിക്കും, എനിക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ തിരുമേനിയെ കൊണ്ടുവന്ന് നേദ്യം കഴിച്ച് ഭഗവതിക്ക് പൂജ ചെയ്യിക്കണമെന്ന്. 1975 ശേഷം ഈ അമ്പലം ആകുന്നതുവരെ എല്ലാ വർഷവും ഞാൻ തിരുമേനിയെ കൊണ്ടുവന്ന് ഈ സാധാരണ ഭഗവതി അമ്പലത്തിൽ നടത്തുന്ന എല്ലാ നിവേദ്യങ്ങളും വച്ച് പൂജ ചെയ്യിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഭഗവതി തന്നു. പിന്നെയും കാലം കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, നമ്മുടെ പൂർവികന്മാർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തി നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ നടക്കാൻ മതി, നമുക്കിവിടെ ഒരു അമ്പലം പണിയാമെന്ന്. അതിനെപ്പറ്റി ഞാനും അവനും കൂടി ആലോചിച്ചു. അമ്പലത്തിന് വേണ്ടി പണിയാനുള്ള പ്രയത്നം തുടങ്ങി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സഹായം കൊണ്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും എൻ്റെ സഹോദരൻ്റെ പ്രയത്നം കൊണ്ടും ഇന്ന് ഈ അമ്പലം പണിയാൻ കഴിഞ്ഞു. ഇന്ന് അതിഗംഭീരമായി അമ്മയുടെ പ്രതിഷ്ഠാദിനം ചടങ്ങ് നടക്കുന്നുണ്ട്. പ്രസാദത്തോടുകൂടി ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കൂടാതെ മണ്ഡലപൂജ, നവരാത്രി പൂജ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതാണ് അമ്പലത്തിലെ തിരുമേനി. വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിലെ തിരുമേനിയാണ്. തിരുമേനിയെ പറ്റി പറയാൻ വാക്കുകളേ ഇല്ല. അത്ര ആത്മാർത്ഥതയാണ് തിരുമേനിക്ക് ഈ അമ്പലത്തിനോട്. കാളീം മേഘസമപ്രഭാം ത്രേണാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കീടകപാലധാരകശിര കൃത്യ കരാഗ്രേഷു ച ഭൂതപ്രേതപിശാചമാർദ്ധയിതാം മുണ്ഡസ്ത്രജാലംകൃതാം വന്ദേ ദുഷ്ടമസൂരികാവിപദാം സംഹാരിണീശ്വരീം. അമ്മേ ശരണം. കഴിഞ്ഞ 10 വർഷത്തിലേയായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയാവുന്നത്. ശരി. കാരണം വെച്ചാൽ ഈ 10 വർഷത്തിനിടയ്ക്ക് എനിക്കമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സ്വാഭാവികം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, നല്ല വശങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ പറയാമെന്ന് വെച്ചാൽ നല്ലതെല്ലാം ഭഗവതി തരുന്നതായിട്ടും ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ കർമ്മഫലമായിട്ട് കരുതാനേ എനിക്കാവുന്നുള്ളൂ. അതുപോലെ ആവണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അതാണ് ശരിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും ഈ കരിങ്കാളമ്മയെ നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പണത്തോടെ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് വേണ്ടതായ നല്ല വശങ്ങൾ, സമർപ്പണം എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണെങ്കിലും സമർപ്പണമാണെങ്കിലും ഏതാണെങ്കിലും പൂർണ്ണമായിരിക്കണം. തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്താൽ തീർച്ചയായും അമ്മ അതിന് അനുഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും നന്മ വരുത്തട്ടെ. അമ്മേ ശരണം. ഉപദേവന്മാരുടെ പ്രതിഷ്ഠയാണ് ദുർഗ, ഭുവനേശ്വരി, ശിവൻ, രക്ഷസ്. ആ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്.
ചെറിയ ഒരു സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. ഓരോ വ്യക്തികൾ ഉണ്ടാക്കി കൊടുത്താണ് അമ്പലത്തിലേക്ക് ഓരോ വസ്തുക്കളും. ഈ കിണറും അങ്ങനെ ഉണ്ടാക്കിയതാണ്. തിടപ്പള്ളി സ്റ്റോർ റൂം, ഭഗവതിക്ക് പൂജയ്ക്കുള്ള സർവ്വ സാധനങ്ങളും സ്വന്തമായിട്ട് വാങ്ങി എല്ലാം കറക്റ്റ് എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. ഇത് കൂവളമാണ്. ഏതാണ്ട് ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഈ കൂവളം ഇവിടെ ഉണ്ട്. തറയുണ്ടായിരുന്നില്ല, കൂവളം മാത്രം ഉണ്ടായിരുന്നു. ഇതിന് വളരെ വർഷത്തെ പഴക്കമുണ്ട്. പഴക്കം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന കാലം തുടങ്ങി ഈ കൂവളം ഇവിടെ ഉണ്ട്. അടുത്ത കാലത്ത് നമ്മൾ തറ കെട്ടി ഭംഗിയാക്കിയതാണ്. സർപ്പപ്രതിഷ്ഠയാണ്. എല്ലാ മാസവും ആയില്യത്തിൻ്റെ അന്ന് ഇവിടെ ആയില്യം പൂജ നടക്കും. ധാരാളം ആൾക്കാരും ഉണ്ടാവാറുണ്ട്. ഇവിടെ കാണുന്ന സാധാരണ വസ്തുക്കളെല്ലാം ഭക്തർ അമ്പലത്തിലേക്ക് കൊടുത്തേക്കുന്നതാണ്. ഇത് ഒരു ഭക്തൻ സമർപ്പിച്ചേക്കുന്നതാണ്. ഈ വിളക്കും അതുപോലെ തന്നെ ഒരു ഭക്ത സമർപ്പിച്ചേക്കുന്നതാണ്. ഇത് അമ്പലത്തിൻ്റെ മാനേജരാണ്. ഈ അമ്പലത്തിന് ഇത്രയും പുരോഗമനം ഉണ്ടാവാൻ കാരണം അവളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. രാവിലെ 5 മണിക്ക് അമ്പലത്തിൽ വരും. തിരുമേനി നടയടച്ച് പോകുമ്പോൾ 11 മണിയാവും. അതുവരെ ഇവിടെ തന്നെ ഉണ്ടാവും. സേവനം, ആത്മാർത്ഥ സേവനം കൊണ്ടാണ് ഇത്രയും പുരോഗമനം ഈ അമ്പലത്തിന് ഉണ്ടാവാൻ കാരണം. ഇത് ഞങ്ങൾ കുടുംബാംഗങ്ങളാണ്. എൻ്റെ സഹോദരൻ, ഇവർ 3 പേരും എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇവിടെ പൂജയ്ക്ക് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടാറുണ്ട്. ഓണം പ്രമാണിച്ച് ഇന്നൊരു പൂജയുണ്ട് ഞങ്ങളുടെ, അത് കാരണം എല്ലാവരും വന്നു. ഇത് അമ്പലത്തിൻ്റെ ഊട്ടുവരയാണ്. ഊട്ടുവര എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം കഴിക്കില്ല, പുറത്തേ കഴിക്കുള്ളൂ. അമ്മയ്ക്ക് ഇന്ന് ധാരാളം ഭക്തരുണ്ട്. അമ്പലത്തിന് ഇനിയും പുരോഗമനം ആവശ്യമാണ്. നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഇനിയും ഉണ്ടാവണം. അമ്മേ ശരണം.